വൈപ്പിംഗ് ഫോർട്ട് കൊച്ചി റോറോ സർവീസ് പ്രതിസന്ധിയിൽ അധികാരികൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി. This news brought to you by Kalpaga Weddings, North Paravoor. റോറോ സർവീസിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തടസ്സങ്ങൾ യാത്രക്കാരെ കടുത്ത ദുരിതത്തിലാക്കുന്നതായി പരാതി ഉയരുന്നു. ഇന്നലെ എഞ്ചിൻ തകരാറിനെ തുടർന്ന് യാത്രക്കാരുമായി സർവീസ് നടത്തിയ റോറോ കടലിലേക്ക് ഒഴുകിപ്പോയ സംഭവം വലിയ ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. അതിന് പിന്നാലെ ഇന്ന് അഴിമുഖത്ത് ശക്തമായ ജലയൊഴുക്ക് ഉണ്ടായതിനെ തുടർന്ന് സർവീസ് പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്തു. ദിവസേന ജോലിക്കും പഠനത്തിനും ചികിത്സാ ആവശ്യങ്ങൾക്കുമായി ഈ സർവീസിനെ ആശ്രയിക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇതുമൂലം പ്രതിസന്ധിയിലായത്. ഇത്തരത്തിൽ അടിക്കടി സർവീസ് മുടങ്ങുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യാത്രക്കാരുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ആവശ്യപ്പെട്ടു. നമുക്കറിയാം, വൈകിട്ട് 5:30 വൈപ്പിനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പോയ സേതു സാഗർ എന്ന ജങ്കാർ നിറയെ യാത്രക്കാരുമായിട്ട് വാഹനങ്ങളുമായിട്ട് ഒഴുകി കടലിലേക്ക് പോയി. അതെന്തൊരു വിരോധാഭാസമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാം. ഒരു 5-8 വർഷം മുമ്പ് നമുക്കറിയാം, ബോട്ട് മത്സ്യബന്ധന യാനം വന്ന് നമ്മുടെ ഈ ബോട്ടിലിടിച്ചിട്ട്, ഫെറി സർവീസായി ബോട്ടിലിടിച്ചിട്ട് തകർന്ന് 15 പേര് മരിക്കുക. 35 കൊല്ലത്തോളം ഫിറ്റ്നസ് പോലും ഇല്ലാതെ ഓടിയിരുന്ന ബോട്ട്. അപ്പോൾ അത്രയ്ക്ക് കെടുകാര്യസ്ഥതയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. SINC ഒക്കെ നടത്തുമ്പോൾ അവർ ഉത്തരവാദിത്വപരമായിട്ട് നടത്തണ്ടേ. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഷിപ്പ് യാർഡിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സേതു സാഗർ 3 ഈ അടുത്ത് നീറ്റിലിറക്കി. അതുകൊണ്ടെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അത് സർവീസ് ആരംഭിച്ചിട്ടില്ല. ഇനിയും അതിൻ്റെ ചെറിയ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങളെല്ലാം ഭരണാധികാരികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കൃത്യനിർവഹണം നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞങ്ങളൊക്കെ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാനാണ്, ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണം. ഞങ്ങളൊക്കെ നിരന്തരം സമരം ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് 3 ജങ്കാർ ഉണ്ടെങ്കിൽ 2 ജങ്കാറെങ്കിലും അത്യാവശ്യമായി വൈപ്പിംഗ് ഫോർട്ട് കൊച്ചി റൂട്ടിൽ സർവീസ് നടത്താനുണ്ടാവും. ഒരെണ്ണം എപ്പോഴും യാർഡിലായി. അത് ഏതാണ്ട് യാഥാർത്ഥ്യമായി. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഏതാണ്ട് 3ാമത്തെ ജങ്കാർ ഇറക്കിയെങ്കിലും അത് വീട്ടിൽ ഇറക്കിയെങ്കിലും സർവീസ് ആരംഭിച്ചിട്ടില്ല. 2 ജങ്കാറുള്ളതിൽ ഒരെണ്ണം ഒഴുകിപ്പോയി. ഇപ്പോൾ അത് സേതു സാഗർ 1 ഇന്ന് മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എങ്ങനെ മനുഷ്യൻ ജീവൻ പണയം വെച്ചുകൊണ്ടാണ്? അഴിമുഖമാണ്, കപ്പൽച്ചാലാണ്. അപ്പോൾ ആ കപ്പൽച്ചാലിലൂടെ ഇത്രയ്ക്ക് മോശമായിട്ടുള്ള എഞ്ചിൻ തകരാറാണ്. നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിയുമ്പോഴാണ് അത് കാര്യക്ഷമമാക്കുവാനായിട്ട് അധികാരികൾ ശ്രദ്ധിക്കുന്നത്. അപകടം വരാതെ നോക്കണം, അതാണ് ഏറ്റവും പ്രാധാന്യം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, ഇന്നലെ മാത്രമല്ല, ഇതിനു മുൻപും ഈ സേതു സാഗർ റോറോ ജങ്കാർ കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കാം എത്രയും പെട്ടെന്ന്. ഇപ്പോൾ നമുക്കറിയാം, ഷിപ്പ് യാർഡിൽ കയറ്റി അത് അറ്റകുറ്റപ്പണി എന്നാൽ എന്താണ് അറ്റകുറ്റപ്പണി? ബോഡിയിലുള്ള അറ്റകുറ്റപ്പണിയല്ല ഇമ്പോർട്ടൻ്റ്, എഞ്ചിൻ തകരാറുകൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇന്നലെ പ്രൊപ്പല്ലറിൽ റോപ്പ് ചുറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപകടം. ഇതെല്ലാം പറ്റും. പ്രൊപ്പല്ലറിൽ റോപ്പ് ചുറ്റാതെ നോക്കേണ്ടതാരാ? പ്രൊപ്പല്ലറിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ കാര്യക്ഷമതയും നിർവഹിക്കേണ്ടതാരാ? അപ്പോൾ ഈ ഷിപ്പ് യാർഡ് പോലെയുള്ള ഇത്രയും വലിയ സ്ഥലത്ത് ഇത് കയറ്റി റിപ്പയർ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ, തകരാറുകൾ പരിഹരിച്ച് അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതിൻ്റേതായ വിദഗ്ധനായ എഞ്ചിനീയർ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അത് വീട്ടിലിറക്കണം. മനസ്സിലായി? അപ്പോൾ ഇത്രയ്ക്ക് ഇന്നലെ ദൈവം സഹായിച്ച ഭാഗ്യം കൊണ്ടാണ് ഇത്രയും മനുഷ്യജീവനും വാഹനങ്ങളും എല്ലാം രക്ഷപ്പെട്ടത്. ഇനി അതുപോലൊരു അപകടം ഉണ്ടാകും. നമുക്കറിയാം, ഇന്നലെ ഉണ്ടായ ആ ജങ്കാറിൻ്റെ ആ ഇൻസിഡൻറ്റ്, ഒഴുകിപ്പോയ ആ ഇൻസിഡൻറ്റ് കാരണം ആ ജങ്കാർ ഇവിടെ സർവീസിനില്ല. ആകെ ഒരു ജങ്കാറേ ഉള്ളൂ. എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ആളുകൾ, മത്സ്യത്തൊഴിലാളികളടക്കം. ഇപ്പോൾ മത്സ്യബന്ധന വാഹനങ്ങളെല്ലാം വന്ന് ആ മത്സ്യം ചീഞ്ഞു പോകാതെ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുവാൻ പോലും സാധിക്കുന്നില്ല. ഒരു ജങ്കാറാണ്. ഈ ഒരു ജങ്കാർ കൊണ്ട് ആദ്യ ഓഫീസിലും മറ്റു സ്ഥലങ്ങളിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൊക്കെ പോകേണ്ട ആളുകളെല്ലാം ഫോർട്ട് കൊച്ചിയും വൈപ്പിനുമായിട്ട് വളരെയധികം ഇക്കരെ നിന്നാൽ അക്കരെ കാണാം. പക്ഷെ കടലാണ്, അഴിമുഖമാണ്.
അപ്പോൾ അതിലൂടെ വേറെ ഒരു സർവീസും ഇല്ല. ആകെ എല്ലാത്തിനും ആശ്രയിക്കുന്നത് ഈ ജങ്കാർ മാത്രമാണ്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഇന്നു മുതൽ വളരെയധികം യാത്രാക്ലേശം ഈ റൂട്ടിൽ അനുഭവിക്കും. അപ്പം 3 ജങ്കാറൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മനുഷ്യന് കൃത്യമായിട്ട് സ്ഥലത്തെത്തുവാനായിട്ട് ഉപകരിക്കുന്ന രീതിയിൽ എത്രയും വേഗം ഈ യാത്രാക്ലേശം നിസ്സാരമായിരിക്കില്ല. ഇന്ന് പള്ളിയിലൊക്കെ പെരുന്നാളാണ്, ധാരാളം പേർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ദിവസമാണ്. ബദൽ സംവിധാനങ്ങളുടെ ഒരൊറ്റ ജങ്കാർ കൊണ്ടാണ് ഇന്ന് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇതിനൊക്കെ എത്രയും വേഗം ബന്ധപ്പെട്ടവർ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റോറോ സർവീസിന്റെ വിശ്വസ്തത ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനുമായി സ്ഥിരമായ സാങ്കേതിക സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വൈപ്പിൻ.